കളിവീട്. പിറ്റേ ദിവസം രാവിലെ കാർത്തി ജോലിക്ക് പോയി. അവൻ പോയപ്പോൾ മുതൽ അർച്ചനയ്ക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും വൈകിട്ടായാൽ മതിയെന്ന് അവൾ പ്രാർത്ഥിച്ചു. കുറേ സമയം കഴിഞ്ഞു. അവൾ അവനെ ഒന്ന് വിളിച്ചു നോക്കി. കാർത്തി, താൻ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? എന്തു പറ്റിയാവോ? അർച്ചനയ്ക്ക് ആകെ വിഷമം. ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി പോയതുകൊണ്ടാവൂന്ന് അവൾ സ്വയം ആശ്വസിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും അവൾക്ക് താല്പര്യം തോന്നിയില്ല. നന്ദൻ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ആ വീട്ടിൽ എന്തൊക്കെയോ കുറവുകൾ അനുഭവപ്പെട്ടു. ഒരു പക്ഷേ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമായിരുന്നില്ല. ഹേമയും മേഘയും ഒരു പ്രത്യേക സ്വഭാവക്കാരാണെന്ന് അവൾ ഓർത്തു. ഓരോന്നോർത്ത് കിടന്ന് അർച്ചന പതിയെ ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. മുറിയിൽ തന്നെ ചടഞ്ഞു കൂടിയിരുന്നാൽ അമ്മയും ഹേമ ചേച്ചിയും എന്ത് വിചാരിക്കും? പോരാത്തതിന് മേഘ കൂടിയുണ്ട് ഇവിടെ. അർച്ചന പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി. ഹേമയുടെ മുറിയിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. ഉച്ചത്തിൽ നിർത്താതെ നിലവിളിക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അർച്ചന അവിടേക്ക് വന്നു. ഹേമ ആരോടോ ഫോണിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ജാനകിയമ്മയുടെ കയ്യിലാണ് കുട്ടി. എന്തു പറ്റിയമ്മേ? എന്തിനാ കുഞ്ഞ് കരയുന്നേ? അർച്ചന ജാനകിയമ്മയുടെ അടുത്തേക്ക് വന്നു. നല്ല പനിയുണ്ട് മോളെ. കുറുകലുള്ളതുകൊണ്ട് കുഞ്ഞിനാകെ അസ്വസ്ഥത. മൂക്കടിഞ്ഞിട്ട് പാലും കുടിക്കണില്ല. ജാനകിയമ്മ കുട്ടിയെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഹേമ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. ജിഷ്ണു എന്തോ മീറ്റിങ്ങിലാണെന്ന്, അതുകൊണ്ട് വരാൻ സാധിക്കത്തില്ല. ഈവനിങ് പോകാന്നാ പറയുന്നേ. ഹേമ കട്ടിൽ വന്നിരുന്ന് പല്ല് ഞെരിച്ചു. അതുവരെ കുട്ടിയെ എങ്ങനെ വെച്ചോണ്ടിരിക്കും? ജാനകിയമ്മ സങ്കടപ്പെട്ടു. നീ ഒരു ടാക്സി പറഞ്ഞുവിടാൻ പറയോ അവനെ വിളിച്ച്? മേഘ ചേച്ചി എന്തിയമ്മേ? അർച്ചന ചുറ്റും കണ്ണുടിച്ചു. മേഘ അവളുടെ നാത്തൂൻ്റെ വീട്ടിൽ പോയി. കുഞ്ഞ് പിന്നെയും കരയുകയാണ്. ഹോസ്പിറ്റലിൽ പോകാൻ മേലേമ്മേ? അർച്ചന അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. കാറ് മുറ്റത്തൊന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന് ഡ്രൈവ് ചെയ്യുന്നത് ആരാ? ഹേമയോട് 1000 തവണ ഞാൻ പറഞ്ഞതാ ഇതൊന്ന് പഠിക്കാൻ. ഇപ്പം കണ്ടോ ആരാ ഉള്ളത്? അച്ഛനെ വിളിച്ചതാ. ഞാൻ പറയാം, ടാക്സി വിടും. അതല്ലേ പ്രോബ്ലം. ജാനകിയമ്മ കുഞ്ഞിനെ ഹേമയ്ക്ക് കൈമാറി. ചേച്ചി വേഗം കുഞ്ഞിനെ എടുക്ക്, നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. അർച്ചന തിടുക്കത്തി മുറിയിലേക്ക് പോയി. അർച്ചനയ്ക്ക് ഡ്രൈവിംഗ് അറിയാമോ അമ്മേ? അർച്ചന മുറിയിൽ നിന്ന് പോയപ്പോൾ ഹേമ ജാനകിയമ്മയോട് ചോദിച്ചു. അറിയില്ല മോളെ. എന്തായാലും നീ വേഗം കുഞ്ഞിനെ ഒരു ഉടുപ്പിടിവിക്ക്, ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് ജാനകി അവരോടൊപ്പം പോകാൻ തയ്യാറായി. ഹേമയുടെ അച്ഛൻ വിവാഹ സമ്മാനമായി കൊടുത്ത കാറിലാണ് അവർ പോയത്. അർച്ചന നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്തു പോയി. ഹേമയ്ക്ക് തെല്ല് കുശുമ്പ് തോന്നിയെങ്കിലും സ്വന്തം കുഞ്ഞിനെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അർച്ചനയാണല്ലോ വന്നതെന്നോർത്തപ്പോൾ അവൾ അതൊക്കെ മറന്നു. ഹേമ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. കാർത്തിയുടെ ഹോസ്പിറ്റലിൽ പുതിയ പീഡിയാട്രീഷ്യനാണ് ചാർജ് എടുത്തിരിക്കുന്നത്. അയാൾ കൊള്ളാമോ ആവോ? ഹേമ സ്വയം പറഞ്ഞു. ഒന്നും അറിയാതെ ആ ഡോക്ടർ ആ പൊസിഷനിൽ ഇരിക്കില്ലേ ചേച്ചി, നമുക്ക് അങ്ങോട്ട് പോകാം, അർച്ചന അവരോടായി പറഞ്ഞു. കാർത്തി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് കാർ ചെന്ന് നിന്നത്. വേഗം തന്നെ അവർ 3 പേരും ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോയി. പീഡിയാട്രീഷ്യൻ വന്ന് കുഞ്ഞിനെ പരിശോധിച്ചു. നബിലൈസേഷൻ കൊടുക്കുക ആദ്യം, എന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്ക്, എന്നിട്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞ് അയാൾ ഹേമയെ പറഞ്ഞു വിട്ടു. ഹേമയും അമ്മയും കൂടി ഡ്യൂട്ടി റൂമിലേക്ക് പോയി. അർച്ചന പതിയെ റിസപ്ഷനിൽ ചെന്നു. ഡോക്ടർ കാർത്തിക് മേനൻ്റെ റൂം എവിടെയാണെന്ന് ചോദിച്ചു. ലെഫ്റ്റ് തിരിഞ്ഞ് 5ാമത്തെ റൂമാണ് മാഡമെന്ന് റിസപ്ഷനിസ്റ്റ് അവളോട് പറയുകയും ചെയ്തു. അവൾ അകത്തേക്കുള്ള അനുവാദം കിട്ടുവാനായി ഡോറിൽ പതിയെ മുട്ടി. യെസ് കമിൻ. കാർത്തിയുടെ ശബ്ദം കേട്ട് അവൾ അകത്തേക്ക് ചെന്നു. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുവാണ് കാർത്തി. അർച്ചനയെ മുമ്പിൽ കണ്ടതും കാർത്തി അമ്പരപ്പെട്ടു. ഇതെന്താ ഇവിടെ? തൻ്റെ ഫോൺ എവിടെ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അവൻ ചോദിച്ചു. അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്ന് തന്നെ കാർത്തി അർച്ചനയുമായിട്ട് ഹേമയുടെ അടുത്തേക്ക് പോയി. എങ്ങനെയുണ്ടമ്മേ കുഞ്ഞിന് എന്ന് ചോദിച്ച് കാർത്തി ജാനകിയമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. ആവി വലിപ്പിച്ചപ്പോൾ ഇത്തിരി കുറവുണ്ട് മോനെ, അവർ പറഞ്ഞു. കാർത്തിക് ഹേമയും കൂട്ടി കുഞ്ഞിനെ കാണിച്ച ഡോക്ടറായ മിസ്റ്റർ വേണുഗോപാലിൻ്റെ അടുത്തേക്ക് വന്നു.
എന്തായാലും വൈകിട്ട് പോയാൽ മതി. 3.5 മണിക്കൂർ ഇടവിട്ട് 2 തവണ നെബുലൈസേഷൻ കൊടുക്കാം. 2 ടൈംസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. അപ്പോഴേക്കും കുഞ്ഞ് ഓക്കെ ആകും. ഡോക്ടർ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുവാണ് ഹേമയും കാർത്തിയും. ജിഷ്ണു വൈകിട്ട് വന്ന് ഹേമയും കുഞ്ഞിനെയും കൂട്ടിക്കൊള്ളുമെന്ന് കാർത്തി അവരെ അറിയിച്ചു. അപ്പോൾ പിന്നെ ജാനകി അമ്മയും ഹേമയ്ക്കൊരു സഹായത്തിനായി അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അർച്ചനയും കാർത്തിക്കും കൂടി കാർത്തിക്കിൻ്റെ വണ്ടിയിൽ തിരിച്ചു പോന്നു. അന്ന് വൈകിട്ട് അവർ രണ്ടുപേരും കൂടി നന്ദിനിയുടെ വീട്ടിൽ പോയി. ഒരു പഴയ നായർ തറവാട് ആയിരുന്നു അത്. എന്നാലും പ്രൗഢി അങ്ങനെ നിറഞ്ഞു തന്നെ നിൽക്കുന്നു. മുറ്റത്ത് നിൽക്കുന്ന ഒരു പഴയ നാട്ടുമാവിലെ മാങ്ങ പെറുക്കി കൂട്ടുകയാണ് ശ്രാവൺ. നന്ദിനി തൊടിയിൽ നിൽക്കുന്ന പാവലിൽ നിന്നും ഒരു പാവയ്ക്ക എടുക്കുകയാണ്. കാർ വരുന്ന കണ്ടുകൊണ്ട് വേഗം തന്നെ നന്ദിനി അങ്ങോട്ട് വന്നു. കയറി വരൂ അർച്ചന. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അർച്ചനയുടെ കൈയും പിടിച്ച് നന്ദിനി അകത്തേക്ക് പോയി. കല്യാണത്തിന് കണ്ടായിരുന്നു മോളെ, പരിചയപ്പെട്ടെങ്കിലും മറന്നു കാണുമല്ലേ? നന്ദിനിയുടെ അമ്മ അർച്ചനയ്ക്ക് കുടിക്കുവാൻ ചായ എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ അർച്ചന അവളുടെ കയ്യിലുണ്ടായിരുന്ന കവറ് മേശയിൽ വെച്ചു. കാർത്തിയെ കൊണ്ട് അവൾ ബേക്കറിയിൽ നിന്ന് കുറേ പലഹാരങ്ങൾ വാങ്ങിയിരുന്നു. ജാനകിയമ്മ അവളോട് പറഞ്ഞതാണ് അതൊക്കെ മേടിച്ചേ പോകാവൂ എന്ന്. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. നന്ദു, നീ പറഞ്ഞതുപോലെ അർച്ചന ഒരു നല്ല പെൺകുട്ടിയാണ്. നന്ദിനിയുടെ അമ്മ അവളോട് അഭിപ്രായപ്പെട്ടു. രാത്രിയിൽ അർച്ചനയും കാർത്തിക്കും അവിടുന്ന് തിരിച്ചു പോന്നു. നേരം വൈകിയതിനാൽ മക്കളെയും കൊണ്ട് നന്ദിനിയും വിഷ്ണുവും പിറ്റേ ദിവസം വരത്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു വിട്ടു. ഇന്ന് പകല് മുഴുവൻ ഞാൻ അനുഭവിച്ച സങ്കടം എത്രയാണെന്ന് അറിയോ കാർത്തി? കാർത്തിക്കിനോട് ചേർന്നിരുന്ന് അർച്ചന പറഞ്ഞു. എന്താ അർച്ചന? അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. കാർത്തിയെ കാണാഞ്ഞുകൊണ്ട് ആകെ ഒരു മൂടില്ലായിരുന്നു ഇന്ന്. എങ്കിൽ ഞാൻ ജോലിക്കിനി പോകാണ്ടിരിക്കാം. എന്തേ? കാർത്തി അവളെ നോക്കി. എന്നിട്ടൊന്ന് കണ്ണിറക്കി കാണിച്ചതും അവൾക്ക് ദേഷ്യം വന്നു. അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹേമയും ജാനകിയമ്മയുമായിട്ട് ജിഷ്ണു എത്തിയിരുന്നു. കുഞ്ഞിന് കുറവുണ്ടോ ചേച്ചിയെന്ന് ചോദിച്ച് അർച്ചന നേരെ അവരുടെ റൂമിലേക്ക് ചെന്നു. അർച്ചനയെ കണ്ട് കുഞ്ഞ് കൈയും കാലുമിട്ട് ഇളക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അർച്ചന ഇവൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയത്. വിശന്നിട്ടും കൂടാ കുഞ്ഞ് അത്രയും കരഞ്ഞതെന്ന് പറഞ്ഞ് ഹേമ അർച്ചനയുടെ അടുത്തേക്ക് വന്നിരുന്നു. നന്ദിനി ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്തു പറഞ്ഞു? അച്ഛനും അമ്മയൊക്കെ സ്നേഹമുള്ളവരാ ചേച്ചി, ഞങ്ങളോട് വലിയ കാര്യമായിരുന്നു. അർച്ചന, കാർത്തിക് വിളിക്കുന്ന കേട്ട് അവൾ എഴുന്നേറ്റു. ചെല്ലർച്ചന, അവൻ വിളിച്ചല്ലോ എന്നും പറഞ്ഞ് ഹേമ അവളെ നോക്കി. കുഞ്ഞിൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അർച്ചന തിരികെ റൂമിലേക്ക് പോന്നു. കാർത്തി ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആ അമ്മേ, അർച്ചന വന്നു, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ അർച്ചനയ്ക്ക് കൈമാറി. അർച്ചനയുടെ അമ്മയായിരുന്നു ലൈനിൽ. അയ്യോ അമ്മ, ഞാനിന്ന് ബിസി ആയിപ്പോയി. അർച്ചന അമ്മയോട് ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നേ വിവരിച്ചു. പെട്ടെന്ന് കാർത്തിക്കിൻ്റെ കൈകൾ അവളെ വലിഞ്ഞു മുറുകി. അവൾക്ക് ശ്വാസം മുട്ടിയിട്ട് മിണ്ടാൻ പറ്റണില്ല. അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ അധരങ്ങൾ അവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അമ്മേ, ഞാൻ വയ്ക്കുവാ, കൂളി കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു തരത്തിൽ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അർച്ചന കോള് കട്ട് ചെയ്തു. എന്താ കാർത്തി ഇത്? കൊച്ചു കുട്ടിയാണെന്ന വിചാരമല്ലേ? അർച്ചന അവനോട് ദേഷ്യപ്പെട്ടു. അതെ, ഞാൻ കൊച്ചു കുട്ടിയാ. കാർത്തിക് കെഞ്ചി. അനുസരണയില്ലാത്ത ഈ കൈകളുണ്ടല്ലോ, ഞാൻ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞവൾ കാർത്തിക്കിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. വൈകിട്ട് അത്താഴം കഴിഞ്ഞ് എല്ലാവരും കിടക്കുവാനായി പോയി. ജാനകിയമ്മ കൊട്ടൻ ചുക്കാതി തൈലമെടുത്ത് കാൽമുട്ടിൽ തേക്കുകയാണ്. എൻ്റെ ജാനകി, നീ ഈ കുഴമ്പും തൈലവുമായിട്ടിരിക്കാതെ വല്ല ഇംഗ്ലീഷ് മരുന്നും മേടിച്ച് കഴിക്കുക. നിന്റെ മോനാണെങ്കിൽ അലോപ്പതി ഡോക്ടറാണ്, അതുപോലെ നീ മറന്നോ? രാജൻ മേനോൻ ജഗിൽ നിന്നും ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഏട്ടാ, എനിക്കിതൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ടല്ലേ. പിന്നെ ഇന്ന് ഞാൻ ഒരുപാട് സമയം ആ ആസ്പത്രി വരാന്തയിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു, അതായിപ്പോൾ ഈ വേദന. അവർ ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് കാൽമുട്ടിൽ വെച്ചു. അർച്ചന മോൾ ഉണ്ടായിരുന്നുകൊണ്ട് തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി. ഹേമയ്ക്ക് ഇത്രയും ദിവസം അർച്ചനയെ കാണത്തില്ലായിരുന്നു. ഇന്ന് പക്ഷേ വൈകിട്ട് വന്നപ്പോൾ എന്നോട് പറയുക അർച്ചന പാവമാണല്ലേ എന്ന്. ജാനകിയമ്മ ഭർത്താവിനോട് പറഞ്ഞു.
എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, അല്ലേ? രാജൻ മേനോൻ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് ഭാര്യയെ നോക്കി. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി വർഷം കടന്നുപോയത് എത്ര പെട്ടെന്നാണെന്ന് അർച്ചന ഓർത്തു. മേലെ വീട്ടിൽ വന്നതാണ് അർച്ചന, അച്ഛനെയും അമ്മയും കാണുവാൻ. മോളെ അച്ചു, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നമുക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാം. വൈകും തോറും കൂടുതൽ സങ്കീർണമാകും. ഗീതാദേവി എപ്പോഴും പറയുന്ന പല്ലവി തന്നെ മകളോട് ഉരുവിട്ടു. അർച്ചന അമ്മയോട് അതിന് മറുപടി പറഞ്ഞില്ല. അച്ഛൻ ഇപ്പോഴെങ്ങാനും വരുമോ അമ്മേ? ഒന്ന് വിളിച്ചു നോക്കിക്കേ, എനിക്ക് ഇറങ്ങാൻ ടൈമായി എന്ന് പറഞ്ഞ് അർച്ചന ഫോണിലേക്ക് നോക്കി. ഇപ്പോൾ വരും മോളെ, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. ഗീതാദേവി അവരുടെ ഫോണെടുത്ത് ശേഖരവർമ്മയെ ഡയൽ ചെയ്തു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. അച്ഛൻ വന്നല്ലോ എന്ന് പറഞ്ഞ് അർച്ചന ചാടി എഴുന്നേറ്റു. ആ, മോൾക്ക് ഇന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വയ്യായിരുന്നോ? ചോദിച്ചുകൊണ്ട് അയാൾ വാത്സല്യപൂർവ്വം അവളെ ചേർത്ത് പിടിച്ചു. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം അർച്ചന യാത്ര പറഞ്ഞു പോയി. ഗീതാദേവി വന്ന് സോഫയിലിരുന്നു. എന്തൊരു പരീക്ഷണമാണ് എൻ്റെ പൂർണ്ണത്രയീശ! എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ? അവർ നിറകണ്ണുകളോടെ ഇരുന്നു. ശേഖരവർമ്മയ്ക്കും വാക്കുകളില്ലായിരുന്നു മറുപടിക്കായി. വർഷം 5 എന്നത് ഒരു ചെറിയ കാലയളവല്ലെന്ന് അയാൾക്കറിയാം. പ്രാർത്ഥിക്കുകയെന്നല്ലാതെ വേറെ ഒരു മാർഗവുമില്ല അവർക്ക് മുൻപിൽ. മോൾ എന്തെങ്കിലും പറഞ്ഞോ തന്നോട്? അവിടെ ആർക്കെങ്കിലും മോളോട് എന്തെങ്കിലും എതിർപ്പോ വിദ്വേഷമോ ഉണ്ടോ ഗീതേ? ശേഖരവർമ്മ ഭാര്യയോട് ആരാഞ്ഞു. കാർത്തി പാവാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. എന്തു വിഷമമുണ്ടെങ്കിലും അവളതെല്ലാം തനിയെ സഹിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ ശീലം. ഞാൻ ചെന്നപ്പോൾ ജാനകിയമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഗീത കണ്ണു തുടച്ചു. ഹേമയുടെ 2ാമത്തെ പ്രസവത്തിന് വിടുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ചെന്നതാണ് ഗീത. ഹേമ പോകാനായി ഇറങ്ങിയപ്പോൾ അർച്ചനയാണ് ഹേമയുടെ മൂത്ത കുട്ടിയെ എടുത്തുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നത്. രാജമേനോൻ്റെ സഹോദരി ഷീലയും ജാനകി അമ്മയും കൂടി വേഗം അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അർച്ചനയെ അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. പ്രസവിക്കാത്ത നീയാണോ ഒരു ശുഭകാര്യത്തിന് പുറപ്പെടുമ്പോൾ ഇങ്ങനെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്? കയറി പോകുന്നുണ്ടോ അകത്ത് എന്ന് പറഞ്ഞവർ അർച്ചനയെ ശകാരിച്ചപ്പോൾ ഗീതാദേവിക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അർച്ചന ഒരിക്കൽ പോലും ആ സ്ത്രീയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അവൾ നല്ലത് മാത്രമേ അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. ജാനകിയമ്മ എന്ന സ്ത്രീയെ ഇത്രയ്ക്ക് തരം താഴ്ന്ന വർത്താനാണല്ലോ പറഞ്ഞതെന്ന് ഗീതാദേവി ഓർത്തു. അവൾക്ക് വിഷമം കാണും ഗീതേ, അതാകും അവരങ്ങനെ സംസാരിച്ചത്. ശേഖരവർമ്മ പറഞ്ഞു. അവരുടെ മകൾക്കാരെന്ന് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലേ? ഗീതയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. എല്ലാം ശരിയാകും, എനിക്ക് ഉറപ്പുണ്ട്. ദൈവം എൻ്റെ മകളെ പരീക്ഷിക്കുന്നതാണിതെല്ലാം. അയാൾ അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. അർച്ചന തിരികെ ഭർത്തൃഗൃഹത്തിലെത്തിയപ്പോൾ നന്ദിനി പൂച്ചെടികൾ നനയ്ക്കുകയാണ്. മക്കൾ 2 പേരും സ്കൂളിൽ നിന്ന് എത്തിയിരുന്നില്ല. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അർച്ചനയോട് ചോദിച്ചുകൊണ്ട് നന്ദിനി ടാപ്പ് അടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലേ ചേച്ചി, ഇങ്ങനെ പോകുന്നു എന്നും പറഞ്ഞവൾ നന്ദിനിയുടെ അടുത്തേക്കും ചെന്നു. ജാനകിയമ്മ അകത്തുണ്ടായിരുന്നു. നാരായണീയം ചൊല്ലുകയാണവർ. ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ഈ പതിവുകളൊക്കെ ഉള്ളതാണ്. അർച്ചനയെ അവർ മുഖമുയർത്തി ഒന്ന് നോക്കി. അർച്ചനയോടവർ ഇപ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കാറ് പോലുമില്ല. എന്തെങ്കിലും അവൾ ചോദിച്ചാൽ മറുപടി മാത്രം. നേരത്തേക്ക് അർച്ചന വീട്ടിൽ പോയി വന്നാൽ ജാനകിയമ്മ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യും. അവൾ വീട്ടിൽ പോകുമ്പോൾ ജാനകിയമ്മ വാഴക്കുലയും നാളികേരവും ഒക്കെ കൊടുത്തയക്കുമായിരുന്നു. ചിലപ്പോൾ അർച്ചന നിർബന്ധിക്കുമ്പോൾ അവർ അർച്ചനയുടെ കൂടെ മേലെടുത്ത് വീട്ടിലും പോകുമായിരുന്നു. അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു. പണം, സൗന്ദര്യം, വിദ്യാഭ്യാസം, കുടുംബമഹിമ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് അവളൊരമ്മയാകുമ്പോഴാണ്. ഷവറിൻ്റെ അടിയിൽ എത്ര നേരം നിന്നുവെന്ന് അവൾക്ക് തന്നെ അറിയില്ല. കാർത്തി വന്നപ്പോൾ അർച്ചന ഏതോ ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണ്. കാർത്തികിനെ കണ്ടേ അവൾ വേഗം എഴുന്നേറ്റു. ചായ എടുക്കട്ടെ കാർത്തി? അവൾ ചോദിച്ചു. ഞാൻ കുടിച്ചായിരുന്നു, അവൻ പറഞ്ഞു. വീട്ടിലെല്ലാവരും എന്തു പറയുന്നു? മോളോട് 2 ദിവസം നിൽക്കാൻ പറഞ്ഞില്ലേ?
ചോദിച്ചുകൊണ്ടവൻ ഷർട്ട് അഴിച്ചു മാറ്റി. ഒരുപാട് പറഞ്ഞതാ. താല്പര്യമില്ലാഞ്ഞിട്ടല്ല കാർത്തി. കാർത്തിയെ പിരിഞ്ഞു നിൽക്കാനുള്ള വിഷമം കൊണ്ടാ. അർച്ചന അവനെ നോക്കി. മേഘ ചേച്ചി വന്നത് താൻ കണ്ടില്ലായിരുന്നോ? കാർത്തി അർച്ചനയോടായി ചോദിച്ചു. ഇല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല കാർത്തി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങിപ്പോയേനെ എന്ന് പറഞ്ഞ് അവൾ മുറിക്ക് പുറത്തേക്ക് പോയി. ചേച്ചി എപ്പോൾ വന്നു? ചായ എടുത്തുകൊണ്ടിരുന്ന നന്ദിനിയെ നോക്കി അർച്ചന ചോദിച്ചു. ഇത്തിരി നേരമായി. ഞാൻ ഓർത്ത് അർച്ചന ഉറങ്ങുവാണെന്ന്. അതാ ഞാൻ വിളിക്കാഞ്ഞത്. നന്ദിനി ഇതും പറഞ്ഞ് ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു. ആ കായ വറുത്തതും ഉണ്ണിയപ്പവും ഒരു പ്ലേറ്റിലെടുക്കൂ അർച്ചന എന്ന് പറഞ്ഞ് നന്ദിനി ജാനകിയമ്മയുടെ മുറി ലക്ഷ്യമാക്കി പോയി. അർച്ചന ചെല്ലുമ്പോൾ മേഘ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ചേച്ചി ഇപ്പോഴാണ് വന്നതല്ലേ എന്ന് ചോദിച്ച് അർച്ചന അവരുടെ അടുത്തേക്ക് ചെന്നു. ടേബിളിൽ കൊണ്ടുവന്ന് അവൾ കായ വറുത്തതും ഉണ്ണിയപ്പവും ഒക്കെ വെച്ചു. അർച്ചന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മേഘ ഒരു ഉണ്ണിയപ്പം എടുത്തുകൊണ്ട് ചോദിച്ചു. വിശേഷമൊന്നും ഇല്ലേ ചേച്ചി, ചേച്ചി വന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ സംസാരിച്ചിരിക്കുക. അർച്ചന പുറത്തേക്ക് ഇറങ്ങി. അവൾക്കറിയാം ഇനി ഓരോ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് മനഃപൂർവ്വം അവൾ ഒഴിഞ്ഞു മാറിയതും. കാർത്തി കുളിക്കുവാണെന്ന് അവൾക്ക് മുറിയിൽ തിരികെ എത്തിയപ്പോൾ മനസ്സിലായി. കുളി കഴിഞ്ഞവൻ താഴേക്ക് ചെന്നു. മേഘയും ജാനകിയമ്മയും നന്ദിനിയും കൂടിയിരുന്ന് ചായ കുടിക്കുകയാണ്. തൻ്റെ ഭാര്യയില്ലാതെ ചായ കുടിക്കാതിരുന്ന അമ്മയാണ്. എടാ, നീ അങ്ങ് ക്ഷീണിച്ചു കേട്ടോ ശരിക്കും. മേഘ കാർത്തിയെ നോക്കി. ഈ ജോലിയും തിരക്കും അല്ലേ മോളെ, അതാ മോൻ ഇങ്ങനെ മെലിഞ്ഞത്. ജാനകിയമ്മ മകളോട് മറുപടിയും പറഞ്ഞു. മേഘ മടങ്ങുന്നത് വരെ അർച്ചന പുറത്തേക്ക് വന്നില്ല. ആരും അവളെ തിരക്കിയതുമില്ല. ഹേമയ്ക്ക് പ്രസവത്തീയതി അടുത്തിരിക്കുകയാണ്. ജാനകിയമ്മ നാഴേക്ക് 40 വട്ടം ഹേമയെ വിളിച്ച് വിവരം അന്വേഷിക്കും. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഹേമയുടെ അമ്മയുടെ ഫോൺ കോൾ വന്നു നന്ദിനിയുടെ ഫോണിലേക്ക്. ഹേമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ചെറിയ വേദനയായിട്ട് വന്നതാണ്. ലേബർ റൂമിൽ കയറ്റിയെന്ന് അവർ നന്ദിനിയെ വിളിച്ചു പറഞ്ഞു. ഇതറിഞ്ഞ ജാനകിയമ്മ വേഗം തന്നെ പോകാൻ റെഡിയായി. കാർത്തിക്കിനോട് അവരെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. നന്ദിനിയും കൂടി വരാമെന്ന് പറഞ്ഞു. മകളെ ഒരുക്കുവാനായി അവളും പോയി. അപ്പോഴേക്കും അടുത്ത ഫോൺ കോൾ വന്നു. ഹേമ പ്രസവിച്ചു, പെൺകുട്ടിയാണെന്ന്. ജാനകിയമ്മ പൂജാമുറിയിലേക്ക് ഓടി. ഭഗവാന് നന്ദി പറഞ്ഞിട്ട് അവർ വേഗം നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് അത്രയിടം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ജാനകിയമ്മ നന്ദിനിയുടെ ഇളയ കുഞ്ഞിനെ എടുത്തു. കാർത്തി ഒരുങ്ങി വന്നപ്പോഴേക്കും ജാനകിയമ്മയും നന്ദിനിയും കൂടി കാർ പോർച്ചിലേക്ക് ഇറങ്ങി വന്നു. ജാനകിയമ്മ മുൻപിൽ കയറിയിരുന്നു. കൂടെ ശ്രാവണമുണ്ട്. കാർത്തി 2 പ്രാവശ്യം ഹോൺ മുഴക്കിയപ്പോൾ അർച്ചനയും ഓടി വന്നു. അവളും അവരുടെ ഒപ്പം ഹോസ്പിറ്റലിൽ വരെ പോകാനായിരുന്നു. നീ ഇതെങ്ങോട്ടാ ഒരുങ്ങി ഇറങ്ങുന്നേ? നിന്നോട് ആരാ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ വരാൻ? ജാനകിയമ്മ പല്ലും ഞെരിച്ചു. ഞാനാണമ്മ അർച്ചനയോട് പറഞ്ഞത്. അതിലമ്മ കണ്ടെത്തി തെറ്റെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തി വണ്ടി ഓഫ് ചെയ്തു. ഞാൻ ചോദിച്ചതിന് ഉത്തരം അമ്മ പറഞ്ഞ ശേഷം മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ. കാർത്തി കൈ രണ്ടും കെട്ടി മുൻപോട്ട് നോക്കിയിരുന്നു. അമ്മ എന്തുകൊണ്ടാണ് അർച്ചനയോട് വരേണ്ടെന്ന് പറഞ്ഞത്? കാർത്തി വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. അവൻ്റെ ശബ്ദം മുറുകിയിരുന്നു. ജാനകിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല മകനോട് പറയുവാനായിട്ട്. ആദ്യമായിട്ടാണ് തൻ്റെ മകൻ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്. അർച്ചനയോട് താൻ പറഞ്ഞത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നത് തീർച്ചയാണ്. പക്ഷേ മകൻ്റെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനും അവർക്ക് മനസ്സില്ല. കൊച്ചച്ച, വണ്ടി വിട്, നമുക്ക് പോകാം. ശ്രാവൺ ബഹളം വയ്ക്കാൻ തുടങ്ങി. മിണ്ടാതിരിക്കും മോനെ. നന്ദിനി ശകാരിച്ചിട്ടും അവനടങ്ങിയില്ല. അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അർച്ചന പതിയെ കാർത്തിയുടെ ഡോറിൻ്റെ അരികിലെത്തി. എല്ലാവരും കൂടി വീടടച്ചു പോയാൽ ശരിയാവില്ല കാർത്തി. ഇപ്പം നിങ്ങൾ പോയിട്ട് വരൂ, എന്നിട്ടാകാൻ ഞാൻ പോണത് എന്ന് പറഞ്ഞവൾ വേഗം അകത്തേക്ക് പോയി. ജാനകിയമ്മ വിജയ കർവോടെയിരുന്നു. കാർത്തി പതിയെ കാറ് സ്റ്റാർട്ട് ചെയ്തു. അവനറിയാം അർച്ചന ഇനി വരില്ലെന്ന്. അവൻ വണ്ടി ഓടിച്ചു പോയി. ആരുമാരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ആശുപത്രി എത്തുന്നതുവരെ. അർച്ചനയ്ക്കാണ് പ്രോബ്ലം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ താൻ അവളോട് പറഞ്ഞതാണ് ഇക്കാര്യം ഇപ്പോൾ ആരോടും പറയണ്ടെന്ന്. പക്ഷെ അവൾ ആദ്യം പോയി അമ്മയോട് പറഞ്ഞു. സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിച്ച അമ്മയുടെ മറ്റൊരു മുഖമാണ് പിന്നെ കാണാൻ തുടങ്ങിയത്. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഹേമയുടെ വീട്ടുകാരെല്ലാവരും എത്തി. ഹേമയെ റൂമിലേക്ക് മാറ്റി.
ജാനകിയമ്മ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. ഹേമയുടെ അരികിലായി കുഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അച്ഛമ്മയുടെ കണ്ണേന്ന് പറഞ്ഞ് ജാനകിയമ്മ കുഞ്ഞിനെ എടുത്തു. നന്ദിനി ഹേമയുടെ അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. കാർത്തിയുടെ അടുത്തേക്ക് ജിഷ്ണു ചെന്നു. കാർത്തിയുടെ മുഖമാറ്റം അവൻ ശ്രദ്ധിച്ചു. അർച്ചന എന്താടാ വരാഞ്ഞത്? അവൻ ചോദിച്ചു. കാർത്തി മറുപടി പറയും മുമ്പ് ഹേമയുടെ അമ്മ അവർക്കരികിലേക്ക് വന്നു. അയ്യോ മോനെ, മച്ചിപ്പെണ്ണുങ്ങളാരും ജനിച്ചു വീണ കുഞ്ഞിനെ ഉടനെ കാണാൻ പോകാറില്ല. അമ്മയ്ക്കും കുഞ്ഞിനും കണ്ണീർ കിട്ടുമെന്നാ കാരണവന്മാർ പറയുന്നത്. ഹേമയുടെ അമ്മയുടെ പെട്ടെന്നുള്ള മറുപടിയിൽ എല്ലാവരും സ്തംഭിച്ചു പോയി. നിങ്ങൾ എന്താ പറഞ്ഞത്? കാർത്തി അവരെ നോക്കി. നിങ്ങളുടെ മോൾക്കും കുഞ്ഞിനും കണ്ണീർ കിട്ടാനായിട്ട് എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് കാർത്തി ചാടി ഇറങ്ങി വെളിയിലേക്ക് പോവുകയും ചെയ്തു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അമ്മ ഇതെന്ത് വർത്താനാ പറഞ്ഞേ? കാർത്തി എന്ത് വിചാരിച്ച് കാണുമാവോ? ഹേമ അവളുടെ അമ്മയെ വഴക്ക് പറഞ്ഞു. എടി, അവൻ എന്നെ വിളിച്ചത് നീ കേട്ടോ? നിങ്ങളെന്ന്. അവർക്ക് കലി കയറി. ജിഷ്ണു കാർത്തികിൻ്റെ പിറകെ പോയെങ്കിലും അവന് കാർത്തിയെ കണ്ടെത്താനായില്ല. കാർത്തി പിണങ്ങിപ്പോയെന്നവന് മനസ്സിലായി. ജിഷ്ണു തിരികെ റൂമിലെത്തുമ്പോൾ ഹേമ അവളുടെ അമ്മയെ വഴക്ക് പറയുന്നുണ്ട്. ജാനകിയമ്മയും നന്ദനയും മിണ്ടാതെ നിൽക്കുകയാണ്. മോനി, അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവൻ്റെ ഒപ്പം ഇറങ്ങുക, നാളെ വരാം എന്ന് പറഞ്ഞ് ജാനകിയമ്മ എഴുന്നേറ്റു. ഒപ്പം നന്ദിനിയും. അവൻ പോയമ്മേ, അവന് നല്ല ദേഷ്യമുണ്ട്. ജിഷ്ണു അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞാൻ കൊണ്ടുവിടാം അമ്മയെ എന്ന് പറഞ്ഞ് ജിഷ്ണു നന്ദിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞാറ്റയെ വാങ്ങി. നീ ഇപ്പം പോയി എങ്ങനെയാ ജിഷ്ണു? എന്തെങ്കിലും മെഡിസിൻ മേടിക്കണമെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ വയ്യ. ഹേമയുടെ അമ്മ ക്ഷുഭിതയായി. ഞാനിപ്പം തന്നെ ഇങ്ങ് വരില്ലേ? മെഡിസിൻ ഷീറ്റ് മേടിച്ച് അമ്മയുടെ വെച്ചാൽ മതി. ജിഷ്ണു കാറിൻ്റെ ചാവി എടുത്തു. ഹേമയുടെ മുഖം ഇരുണ്ടെങ്കിലും ജിഷ്ണു അത് നോക്കാൻ പോയില്ല. ജാനകിയമ്മയും നന്ദിനിയും യാത്ര പറഞ്ഞിറങ്ങി. കാർത്തിയുടെ കാറിൻ്റെ ഇരമ്പൽ കേട്ടപ്പോൾ അർച്ചന വാതി തുറന്ന് വെളിയിലേക്ക് വന്നു. കാറിൽ നിന്നും ജാനകിയമ്മയും നന്ദിനിയും ഇറങ്ങാഞ്ഞപ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് ചെന്നു. അവർ വന്നില്ലേ കാർത്തി? എന്നെ എന്തേ വിളിക്കാഞ്ഞത്? ഞാൻ റെഡിയാകുമായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സ് മാറി ഇപ്പോൾ വരാം. അർച്ചന വാതോരാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ തിരിഞ്ഞു. നീ ഇപ്പോൾ പോകണ്ട അർച്ചന, കാർത്തിക് അവളെ വിളിച്ചു. അർച്ചന തിരിഞ്ഞു നോക്കി. അവൾക്ക് തോന്നി രംഗു അത്ര പന്തിയല്ലെന്ന്. പിന്നെ അവൾ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. കുഞ്ഞ് സുഖമായിരിക്കുന്നു അല്ലേ കാർത്തി? അർച്ചന അവന് ചായയുമായി വന്നു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നാളെ പോകാമല്ലേ? അർച്ചന സമാധാനപ്പെട്ടു. കാർത്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും രാജൻ മേനോനും വിഷ്ണുവും വന്നു. നന്ദിനി, വിഷ്ണു ഉറക്ക വിളിച്ചു. അവർ വന്നില്ലേട്ടാ, അർച്ചന പറഞ്ഞു. വന്നില്ലേ? കാർത്തി, നീയല്ലേ അവരെ കൊണ്ടുപോയത്? രാജമേനോൻ ചോദിച്ചു. കാർത്തി ഒരു അക്ഷരം പോലും പറയാതെ മൊബൈലിൽ കണ്ണുനട്ടിരുന്നു. അർച്ചനയ്ക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. വിഷ്ണു ഫോണെടുത്ത് നന്ദിനിയെ ഡയൽ ചെയ്തു. ഗാന്ധി സ്ക്വയർ കഴിഞ്ഞെന്നും ഇപ്പോഴെത്തും, ജിഷ്ണു കൂടെയുണ്ടെന്നും അവൾ പറഞ്ഞത് വിഷ്ണു അച്ഛനോട് പറഞ്ഞു. ഇതാ അച്ഛാ ചായ. അർച്ചന രാജമേനോൻ്റെ അടുത്തേക്ക് വന്നു. വേണ്ട, ഞാൻ ജാനകി വന്നിട്ട് കുടിച്ചോളാം, അയാൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. വിഷ്ണു ചേട്ടാ, ചായ ഇപ്പോൾ കുടിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. വേണ്ട അർച്ചന, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഹോസ്പിറ്റലിൽ പോകണം കുഞ്ഞിനെ കാണുവാൻ. വിഷ്ണു അകത്തേക്ക് പിൻവലിഞ്ഞു. പെട്ടെന്ന് ജിഷ്ണുവിൻ്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നു. എല്ലാവരും കൂടി ഹോളിലേക്ക് പ്രവേശിച്ചു. അച്ചാച്ചാന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ ഓടിയെത്തി. രാജമേനോൻ കയ്യിലിരുന്ന ചോക്ലേറ്റ് കൊച്ചുമകൾക്ക് കൊടുത്തു. ജിഷ്ണു അകത്തേക്ക് വന്നപ്പോൾ കാർത്തി പതിയെ എഴുന്നേറ്റു. എടാ, അമ്മ പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. അവരൊരു കഥയില്ലാത്ത സ്ത്രീയാണ്. കാർത്തിക്കിൻ്റെ കയ്യിൽ പിടിച്ച് വിഷ്ണു പറഞ്ഞു. നീ ഇത്രയ്ക്ക് താഴൊന്നും വേണ്ട ജിഷ്ണുമോനെ. അവരുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. എടുത്തടിച്ചതുപോലെ ജാനകിയമ്മയും പറഞ്ഞു. ആർക്കു വേണ്ടിയാ നീ ചായയായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ച് കാർത്തി അർച്ചനയുടെ കയ്യിലെ ട്രേ മേടിച്ച് ഒരേറായിരുന്നു. അത് ചിഹ്നം ഭിന്നമായി പൊട്ടിച്ചിതറി. കയറിപ്പോടിയകത്ത്, കാർത്തി അർച്ചനയെ നോക്കി അലറി.
അങ്ങനെ ഒരു ഭാവം ആദ്യമായി കാണുമായിരുന്ന അർച്ചന. കാർത്തി ഇന്നേ വരെ ഒരു വഴക്ക് പോലും അർച്ചനയെ പറഞ്ഞിട്ടില്ല. അതിനുള്ളൊരവസരവും അവൾ ഉണ്ടാക്കിയിട്ടില്ല. വിഷമം കൊണ്ട് അവളുടെ അധരങ്ങൾ വിറകൊള്ളുന്നത് കാർത്തി കണ്ടില്ലെന്നടിച്ചു. അർച്ചന പെട്ടെന്ന് അകത്തേക്ക് പോയി. അവൾ മുറിവിട്ടു പോയതും കാർത്തി വീട്ടിലുള്ളവരുടെ നേർക്ക് തിരിഞ്ഞു. അമ്മ ഇന്ന് എന്തുകൊണ്ടാണ് അർച്ചനയോട് ഹോസ്പിറ്റലിൽ വരേണ്ടെന്ന് പറഞ്ഞത്? അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടിയില്ല. രാജമേനോനും ആൺമക്കളും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവർ പരസ്പരം നോക്കി. അതിനുള്ള ഉത്തരവാണ് ഹേമയുടെ അമ്മയിൽ നിന്ന് നീ കേട്ടത്. ജാനകിയമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? കാർത്തി അവരെ നോക്കി മന്ദഹസിച്ചു. അമ്മ ഇത്രയും ദുഷ്ടയായൊരു സ്ത്രീയാണെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. സ്വന്തം മകന് ഒരു കുഞ്ഞുണ്ടാകാത്തതിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അന്ധവിശ്വാസവും മുറുക്കെ പിടിച്ച് നടക്കുന്ന അമ്മയെ ഞാൻ ആദ്യം കാണുവാണ്. കാർത്തി പറഞ്ഞു നിർത്തി. അതേടാ, അന്ധവിശ്വാസം തന്നെയാണെന്ന് കൂട്ടിക്കോ. ഞങ്ങളുടെ വീട്ടിൽ മച്ചിപ്പശു തൊഴുത്തി നിന്നാൽ ഞങ്ങളതിനെ വിൽക്കും, കിട്ടുന്ന പൈസയ്ക്ക്. ജാനകിയമ്മ മകനെ പരിഹസിച്ചു. അമ്മ വിൽക്കേണ്ടായിരുന്നു, കൊന്നു തിന്നോളാൻ മേലായിരുന്നോ? കാർത്തിയും വിടാനുള്ള ഭാവമില്ല. നീ കൊന്നു തിന്നടാ, നിന്റെ കൂടെ ഇപ്പോഴില്ലേ ഒരു മച്ചി? ജാനകിയമ്മ കാർത്തിയോട് തട്ടിക്കയറി. ഒന്ന് നിർത്തുന്നുണ്ടോ ജാനകി നീ? രാജമേനോൻ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. കാർത്തി, നീ ഒരു ഡോക്ടർ അല്ലേടാ, ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ. വിഷ്ണു അവൻ്റെ അടുത്തേക്ക് വന്നു. ആരും ഇതിലൊരക്ഷരം പോലും പറയണ്ട, ഇതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്. കാർത്തി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. പ്രായമാകും തോറും അമ്മയ്ക്കിത് എന്താ ഇങ്ങനെ? വിഷ്ണു ജാനകിയമ്മയോട് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ആരും എന്നെ ഭരിക്കാൻ വരണ്ട, ഞാനതിന് സമ്മതിക്കത്തുമില്ല. കാർത്തി അതോർത്താൽ നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് നന്ന്. അതും പറഞ്ഞ് ജാനകിയമ്മ അവരുടെ മുറിയിലേക്ക് പോയി.